എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഒരു ഐലാൻഡ് കാണിക്കും. നേവിക്കാരാണെങ്കിൽ ഇവിടേക്ക് വരുന്നതിന് മുൻപേ ആ ഒരു ഐലാൻഡിൽ മുഴുവൻ ഇപ്പോൾ ഡോഫ്ലമിംഗോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോക്ക് വീണിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി ഡോഫ്ലമിംഗോയുടെ പവറിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സ് അവർ പരസ്പരം വെട്ടിവെച്ച് മരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ആ ബോധം വീണ DS പൈററ്റ് ആളാണെങ്കിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഡോഫ്ലമിംഗോയുടെ പൈററ്റ്സ് അവരിവിടേക്ക് വരുമെന്ന്. അവൻ ദേഷ്യപ്പെട്ട് ആ ഡിയർ പയ്യൻ അവൻ എവിടെയും ചോദിക്കും. ആക്ച്വലി അവരുടെ ടീമിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണ് ആ ഒരു പയ്യൻ. അവനിപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് എല്ലാവരുടെയും മുൻപിൽ നിൽക്കാനും അവർക്ക് ഓപ്പണൻസ് ആയിട്ട് വരുന്നവരെ അറ്റാക്ക് ചെയ്യാനും കഴിയൂ. സോ ഇത്രയും വേഗം അവനെ കണ്ടെത്താനായിട്ട് DS പറയും. അതേസമയം നമ്മുടെ ഡോഫ്ലമിംഗോ അവൻ അവിടേക്ക് വന്ന് ആ DS പൈററ്റിനെ അങ്ങനെ സ്ട്രെയിറ്റ് വെട്ടി താഴെയിടും. നിർത്തണടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആ ഒരു ഡെവിൾ ഫ്രൂട്ട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. പക്ഷെ നിങ്ങളത് അവരുടെ കയ്യിൽ കൊടുത്തു. രണ്ട് ഞെണുങ്ങ പിള്ളേര് നിങ്ങളെ പറ്റിച്ച് അത് അടിച്ചോണ്ട് പോയില്ലേ. സോ അപ്പൊ തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ഒട്ടും പവറില്ല എന്ന്. നിങ്ങളെ ഒന്നും പൈററ്റ്സ് എന്ന് പോലും വിളിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് അതിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലും ഇല്ലാന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ ഒരുപാട് ദേഷ്യപ്പെട്ട് അവൻ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ആ DS പൈററ്റ്സ് ഇത്രയും കാലവും കഷ്ടപ്പെട്ട് ഇത് വെച്ചിരുന്ന ഒരുപാട് ട്രഷർ അതങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ലാവുജി അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇത്രയും സമയമായിട്ട് ഇതൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇതിലും ഒരുപാട് വിലപ്പെട്ടതാണ് ആ ലോഫി ഡെവിൾ ഫ്രൂട്ട്. അത് വേണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരെയും അവിടുന്ന് ചീത്ത പറഞ്ഞ് ഓടിക്കും. മറ്റൊരു ഭാഗത്ത് ആ ബേബി ഫൈയും കണ്ടെയ്നർ വില്ലനും അവർ രണ്ടുപേരും അവിടെ മുഴുവൻ ചുറ്റി നടന്ന് നോക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സ് എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. അൺയൂഷ്വലായിട്ട് അവിടെ ആരും തന്നെ കാണാനുണ്ടാവില്ല. ഉടനെ ബേബി ഫൈക്ക് ഇപ്പോൾ ഒരു കോള് വരും. ഉടനെ ഓപ്പോസിറ്റുള്ള ആള് പറയും, നേവിക്കാരന്റെ കയ്യിൽ അൺയൂഷ്വലായിട്ട് ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ സംശയം തോന്നും, ഒരു പക്ഷേ നേവിക്കാരുടെ കയ്യിൽ കിട്ടിയത് ലോയയായിരിക്കും. അപ്പൊ ബ്രദർ ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോൾ വീണ്ടും അവനെ അന്വേഷിക്കുകയാണ്. കട്ട് ചെയ്ത ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ ആ ഗണ്ണിലേക്ക് നോക്കി ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവൻ ആദ്യമായിട്ട് വെർഗോയും ട്രബോളിനെയും കണ്ടത്. അതുപോലെ തന്നെ അവന്റെ പപ്പയോടുള്ള ദേഷ്യത്തിന് ഒരു ഗൺ ഉപയോഗിച്ച് പപ്പയെ സ്പോട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നത് ആക്ച്വലി ആ ഒരു ഗണ്ണാണ് ഇപ്പൊ അവന്റെ കയ്യിലുള്ള ഗണ്ണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ബ്രദർ അവനാണെങ്കിൽ ആരുടെയും കണ്ണിൽ പെടാതെ കടന്നു പോകുമ്പോഴായിരിക്കും ആ ഗ്ലാഡിയസ് അവനാണെങ്കിൽ ബ്രോയെ അച്ചരം പൊച്ചറ ഷൂട്ട് ചെയ്യും. ഇവിടെ ഡോഫ്ലമിംഗോയ്ക്കും അവന്റെ അനുജനെ കണ്ടെത്തിയ കാര്യം അത് മനസ്സിലാവും. മറ്റൊരു ഭാഗത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ നമ്മുടെ ലോയെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഫാർഗർ ലോ ആണെങ്കിൽ പുറത്തെ ശബ്ദമൊക്കെ കേട്ട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ പറ്റുമോ നോക്കും. അതേസമയം ഇവിടെ ബ്രോ അവന്റെ മൂടും കഴുത്തൊക്കെ പൊക്കി കാണിച്ച് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്, അവിടെ ഷൂട്ട് ചെയ് എന്നൊക്കെ പറഞ്ഞ് അവൻ തുള്ളിച്ചാടിയും കുട്ടിക്കാരണം മറിഞ്ഞൊക്കെ കളിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ടീമണ്ടെ അവനവന്റെ സ്ക്വാഡ് അത് പേപ്പർ പോലാക്കി അവന് നേരെ വീശുകയാണ്. ഉടനെ അവൻ എടുത്തു ചാടി ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ഓടും. ഡെയ്മണ്ടെ, ട്രബോള്, ഇക്ക അങ്ങനെ ഒരുപാട് പേര് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ചില അറ്റാക്കൊക്കെ അവന്റെ ബോഡിയിൽ കിട്ടും. ബാക്കിയുള്ളതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവനിപ്പോ ദൂരേക്ക് ചാടി ഓടുകയാണ്. പിക്കയാണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ദൂരേക്ക് എറിയും. അതിനുശേഷം നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇത്രയും കാലവും ഞങ്ങളെ പറ്റിക്കും ചോദിച്ച് അവരെല്ലാവരും ചേർന്ന് അവനെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്. ട്രബോളാണെങ്കിൽ അവനെങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ്. ഇവിടെ ട്രഫാർഗറിലോ അവൻ ആ ശബ്ദമൊക്കെ കേട്ട് നിസ്സഹായനായി ഒന്നും ചെയ്യാൻ കഴിയാതെ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ട്രബോൾ ആണെങ്കിൽ അവനെ എടുത്ത് അടുത്തുണ്ടായിരുന്ന കുറെ ബോക്സുകളുടെ അടുത്തേക്ക് വലിച്ചെറിയും. ആക്ച്വലി അതിലൊരു ബോക്സിലാണ് നമ്മുടെ ലോയുള്ളത്. അടുത്ത നിമിഷം ഡോഫ്ലമിംഗോ അവനിപ്പോ ബ്രദറിനെ നേർക്ക് നടന്നു വരും. ബ്രോയ്ക്കാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല. അവൻ ഡോഫ്ലമിംഗോയെ കണ്ട് ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഡോഫ്ലമിംഗോ അവന്റെ പപ്പയെ കൊന്നു കളഞ്ഞതിന് ശേഷം അവന്റെ ബ്രോ അവനാണെങ്കിൽ 6 മാസക്കാലം ഡോഫ്ലമിംഗോയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവൻ ചെന്നുപെട്ടത് നേവിക്കാരായിട്ടുള്ള സെൻഗോക്കുവിന്റെയും ടീമിന്റെ അടുത്താണ്. കട്ട് ചെയ്ത ഇപ്പൊ ബ്രോ അവൻ പോക്കറ്റിൽ നിന്നൊരു ഗണ്ണെടുത്ത് ഡോഫ്ലമിംഗോയ്ക്ക് നേരെ നീട്ടും. ഞാനാണ് നേവി കമാൻഡർ. ഇത്രയും കാലവും നിങ്ങളുടെ കൂടെ നിന്ന് ഒരു സ്പൈ പോലെ വർക്ക് ചെയ്തത് അത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനും നിങ്ങൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളും അതെല്ലാം തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇവിടെ ട്രഫാർഗർ ലോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. കാരണം ലോയോട് ബ്രോ പറഞ്ഞത് അവൻ നേവിക്കാരനല്ല എന്നാണ്. അതിന് ബ്രോയാണെങ്കിൽ ലോയുള്ള ബോക്സിൽ ഇപ്പൊ 3 തവണ തട്ടും. അതിനുശേഷം പറയും, ഐ എം സോറി, നിന്നോട് ഞാൻ ഉള്ള
കള്ളം പറഞ്ഞതാണ്. ആ സമയത്ത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ദയവ് ചെയ്ത് എന്നോട് നീ ക്ഷമിക്കണം. ലോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമം തോന്നും. അതേസമയം ഡോഫ്ലമിംഗോ അവൻ പല്ല് കടിച്ച് ഇപ്പൊ ദേഷ്യപ്പെട്ട് ലോയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ലോഫി ഡെവൽ ഫ്രൂട്ട് അതെവിടെ? മാത്രമല്ല നിന്റെ കൂടെ ഉണ്ടായിരുന്ന ട്രഫാർഗർ ലോ പയ്യൻ അവൻ എവിടെ? ലോ ആണെങ്കിൽ ആ ചോദ്യം കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ആ ഡെവൽ ഫ്രൂട്ട് അത് ഓൾറെഡി ട്രഫാർഗർ ലോ കഴിച്ചു കഴിഞ്ഞു. അവന് നിങ്ങൾക്ക് ഒരിക്കലും പിടിക്കാനായിട്ട് കഴിയില്ല. കാരണം അവൻ ഓൾറെഡി ആ നേവിക്കാരുടെ കയ്യിലായി കഴിഞ്ഞു. നേവിക്കാരുടെ അടുത്തേക്ക് പോയാൽ ഈ ഇടിയും തൊഴിയുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്മാനം കിട്ടുമെന്ന് പറയും. ഡോഫ്ലമിംഗോ അവനിപ്പോ ഫുൾ കലിപ്പില് അവിടെ അടുത്തേക്ക് അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ ബേബി ഫൈ ആണെങ്കിൽ അവിടേക്ക് പറന്നു വന്ന് ഇപ്പോ നേവിക്കാരുടെ കയ്യിൽ ഒരു കുട്ടിയുള്ള കാര്യം പറയും. ബ്രോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ ഒരു കോയിൻസിഡന്റ് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ആക്ച്വലി നേവിക്കാരുടെ കയ്യിലുള്ളത് ആ ഡേസ് പൈറട്ട് അവരന്വേഷിച്ച ഡെറി എന്നു പേരുള്ള പയ്യനാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എത്രയും വേഗം ഞാൻ എൻ്റെ കേജ് പവർ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾ ഒട്ടും സമയം കളയാൻ പാടില്ല. ആ നേവി കപ്പല് അത് നശിപ്പിച്ചിട്ടാണെങ്കിലും ട്രഫാർഗർ ലോയെ അവനെ എൻ്റെ കാൽക്കൽ കൊണ്ടുവരണം. അത് കേൾക്കേണ്ട താമസം അവൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും ഇപ്പൊ അവിടേക്ക് പോകും. ബ്രോ ആണെങ്കിൽ ഇപ്പൊ ഡോഫ്ലമിംഗോയ്ക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യും. ഡോഫ്ലമിംഗോയ്ക്ക് നന്നായിട്ട് അറിയാം അവൻ്റെ പപ്പയെ അമ്മയെ പോലെ അവനും ഒരു പാവമാണെന്ന്. ഒരിക്കലും അവനെ കൊണ്ട് ഡോഫ്ലമിംഗോയെ കൊല്ലാൻ പറ്റില്ല എന്ന്. ഇവിടെ ട്രഫാർഗർ ലോയ ആണെങ്കിൽ ആ ബോക്സിൽ തട്ടി എങ്ങനെയെങ്കിലും പുറത്തു വരാൻ ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ബ്രോ അവനാണെങ്കിൽ ദൂരത്ത് കണ്ട ആ ട്രഷർ ബോക്സ് അതില് ലോയെ കയറ്റി ലോക്ക് ചെയ്യാണ്. ലോ ആണെങ്കിൽ ബ്രോയുടെ കാല് പിടിച്ച് കെഞ്ചും, ദയവ് ചെയ്ത് നീയും എന്റെ ഒപ്പം ഇവിടുന്ന് രക്ഷപ്പെട്ടു വരണം. അതിന് ബ്രോ പറയും, നിന്നെയാണ് ഇപ്പൊ ഡോഫ്ലമിംഗോയ്ക്ക് ആവശ്യം. ഞാൻ അവന്റെ ബ്രദറാണ്, എന്നെ അവൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ലോയെ സമാധാനിപ്പിച്ച് അവൻ ആ പെട്ടി അത് ലോക്ക് ചെയ്തു. ഇത് മാത്രമല്ല അവന്റെ പവർ ഉപയോഗിച്ച് ട്രഫാർഗറിലൂടെ ശബ്ദം അത് പുറത്തേക്ക് വരാതിരിക്കാൻ ഒരു റൗണ്ട് കൂടെ അവന് ചുറ്റും അവൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ ലോയ്ക്ക് മനസ്സിലാവും ഡോഫ്ലമിംഗോ അവന്റെ ബ്രദറിനെ കൊല്ലുമെന്ന്. അവൻ ആ ബോക്സ് തുറക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതേസമയം ബ്രോ അവൻ തീർത്തു പറയും, ഡോഫ്ലമിംഗോ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അതിനൊന്നും യാതൊരു യൂസും ഇല്ല. ട്രഫാർഗറിലോ ഒരിക്കലും നിന്നെ അനുസരിക്കില്ല. അലി കയറിയ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ആറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്ത് ബ്രോയെ കൊന്ന് തള്ളുകയാണ്. ലോയ്ക്കാണെങ്കിൽ അത് താങ്ങാനായിട്ട് കഴിയില്ല. അവൻ പൊട്ടിക്കരഞ്ഞ് പഴയ മെമ്മറീസ് അതൊന്നൊന്നായിട്ട് ആലോചിക്കും. ലോയുടെ മനസ്സിൽ ഇപ്പോഴും നമ്മുടെ ബ്രോയുടെ ചിരിക്കുന്ന ഫേസ് മാത്രമാണ്. ബ്രോയ്ക്കാണെങ്കിൽ ഇപ്പോഴും അവന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പൊ അവൻ മരണപ്പെട്ട അവൻ ക്രിയേറ്റ് ചെയ്ത ആ സ്പെല്ല് അതില്ലാതായി മാറും. അങ്ങനെ വന്ന ട്രഫാർഗറിലോട് ശബ്ദം പുറത്ത് കേൾക്കും. അവൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നത് വരെയെങ്കിലും എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂന്ന് പറയും. ഉടനെ ആരൊക്കെയോ ചേർന്ന് ആ ബോക്സുകളൊക്കെ എടുത്ത് ഇന്ന് എവിടേക്കോ പോവാണ്. ട്രഫാർഗർ ലോയ ആണെങ്കിൽ ആ ബോക്സിലിരുന്ന് പൊട്ടിക്കരയാണ്. അതേസമയം ഡോഫ്ലമിംഗോ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും രണ്ട് നേവി കപ്പല് അവന്റെ അടുത്തേക്ക് വരിക. ആ കപ്പലിന്റെ നേതാവ് അത് സാക്ഷാൽ സുരുവാണ്. അവന്റെ കയ്യിൽ പെട്ട അത് വലിയ കുഴപ്പമാവും. നേവിക്കാരാണെങ്കിൽ ഡോഫ്ലമിംഗോയെ അച്ചരം പൊച്ചറ ഷൂട്ട് ചെയ്യും. അതേസമയം ഇവിടെ ബ്രോ അവൻ മരിച്ചു പോവാണ്. ലോയ്ക്ക് അവന്റെ ഇമോഷൻ അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.